എസ് സതീഷ് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ KS അരുൺകുമാറും ഷാജി മുഹമ്മദും പുതുമുഖങ്ങളാണ്. തീരുമാനം ഐകകണ്ഠേനയെന്ന് CN മോഹനൻ. തീരുമാനം MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ. തലമുറ മാറ്റത്തിന്റെ പ്രത്യേകതയൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാ തലമുറയിലും പെട്ട ആളുകളുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടി എന്നുള്ളത് കൂട്ടായ പാർട്ടി നേതൃത്വമാണ്. വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. എറണാകുളം പോലെയുള്ളൊരു ജില്ലയിലെ പാർട്ടിയെ നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം തീർച്ചയായും പാർട്ടി കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരപ്രദമാകുന്ന വിധത്തിൽ ആത്മാർത്ഥമായി നിർവഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. ആസിഫ് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആസിഫ് ഒരു യുവ നേതാവാണ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന വ്യക്തിയാണ് എസ് സതീഷ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ അത് എറണാകുളം CPMനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കരുത്താണ്, എത്ര വലിയ പ്രതീക്ഷയാണത്? തീർച്ചയായും യുവജന വിദ്യാർത്ഥി രംഗത്തൊക്കെ വലിയ രീതിയിൽ ഉള്ള ഇടപെടലുകൾ നടത്തിയ വ്യക്തി തന്നെയാണ് എസ് സതീഷ് എന്ന് പറയുന്നത്. അദ്ദേഹം പാർട്ടിയെ പ്രതിരോധിക്കുന്നതിൽ, പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളിലും മറ്റും പാർട്ടിയെ പ്രതിരോധിക്കുന്നതിലടക്കം മാധ്യമങ്ങളിലെല്ലാം ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ മുമ്പിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി അത്തരത്തിലുള്ള ഇടപെടലുകൾ മുഴുവൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിരവധി സമരങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും മറ്റും ചെയ്യുകയും പാർട്ടിയിലേക്ക് CPMലേക്ക് പ്രധാനപ്പെട്ട നേതാവായി തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഉയർന്നു വരാനും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കടക്കം എത്തപ്പെടുകയും ചെയ്ത വ്യക്തി കൂടിയാണ് സതീഷ് എന്ന് പറയുന്നത്. എന്തായാലും സതീഷ് ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഏകകണ്ഠമായി എസ് സതീഷിനെ തന്നെ CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയാണ്. അതൊരു തലമുറ മാറ്റം എന്നുകൂടി നമുക്കതിനെ സൂചിപ്പിക്കാൻ കഴിയും എന്നുള്ളതുമുണ്ട്. കാരണം മുതിർന്ന നേതാക്കൾ അടക്കമുണ്ടായിരുന്നെങ്കിൽ പോലും എസ് സതീഷിനെ പോലെയുള്ള ഒരു നേതാവിനെ തന്നെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി പാർട്ടിയിൽ അടുത്ത തലമുറ മാറ്റം കടന്നു വരുന്നു. ജില്ലാ സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KS അരുൺകുമാർ ഇപ്പോൾ സജീവമായി മാധ്യമ ചർച്ചകളിലടക്കം പാർട്ടിയുടെ നാവായി നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും എല്ലാം വലിയ രീതിയിൽ പിന്തുണയും വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എറണാകുളത്ത് നിന്ന് പറയാൻ കഴിയും. അദ്ദേഹം സതീഷ് അല്പം മുമ്പാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്, അത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എന്നാൽ കൂട്ടായ ശ്രമത്തിലൂടെ തന്നെ ഈ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഇന്ന് നാളെ ആയിരിക്കും ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലേക്കും മറ്റും എത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സജീവമായി ഇടപെടൽ നടത്തി ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പുകളിലടക്കം സജീവമായ ഇടപെടലുകൾ നടത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം ചേർന്നുകൊണ്ടുള്ള കൂട്ടായ പരിശ്രമം നടത്തുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഏതായാലും അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.